ഹായ് ഡിയർ സ്റ്റുഡൻസ്, വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിലെ രണ്ടാമത്തെ ടൈപ്പായ ടെസ്റ്റിങ്ങായ സ്ട്രക്ചറൽ ടെസ്റ്റിങ്ങിനെ കുറിച്ചിട്ടാണ് നാം ഇന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാറ്റിക് ടെസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇനി അടുത്തതായിട്ട് പറയുന്നത് സ്ട്രക്ചറൽ ടെസ്റ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. Structural testing takes into account the code structure, internal design, and how they are coded. The fundamental difference structural testing and static testing is the practicing tester. Tester actually run by the computer on the build product. Static testing and the product is tested by humans using just a source code and not the executable or binaries. മറ്റു വാക്കിൽ പറയുകയാണെങ്കിൽ സ്ട്രക്ചർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഓറിയൻറ്റഡ് ആയിട്ട് ഒരു പ്രോഗ്രാമിനെ ടെസ്റ്റ് ചെയ്യുന്നതാണ് സ്ട്രക്ചറൽ ടെസ്റ്റിംഗ്. നമ്മൾ ഇതുവരെ പഠിച്ച സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ് ആണ് ടെസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നത്. അത് നമ്മൾ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യുന്ന രീതിയാണ്. അതേസമയം ഇതൊരു കമ്പ്യൂട്ടറായിട്ട് കമ്പയർ ചെയ്ത് അതിലെ എറർ മനസ്സിലാക്കുന്ന രീതിയാണ് സ്ട്രക്ചറൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. മൂന്ന് തരത്തിലാണ് മെയിനായിട്ട് സ്ട്രക്ചറൽ ടെസ്റ്റിംഗ് ഉള്ളത്. ഒന്ന് യൂണിറ്റ് അല്ലെങ്കിൽ കോഡ് ഫങ്ഷൻ ടെസ്റ്റിംഗ്, കോഡ് കവറേജ് ടെസ്റ്റിംഗ്, കോഡ് കോംപ്ലക്സിറ്റി ടെസ്റ്റിംഗ്. മൂന്ന് തരത്തിലാണ് ഉള്ളത്. ഫസ്റ്റ് യൂണിറ്റ് ഓർ കോഡ് ഫങ്ഷൻ ടെസ്റ്റിംഗ്. The initial part of the testing corresponds to some check that developer perform before subjecting the code to more extensive code coverage testing or code complexity testing. അതായത് ഒരു ടെസ്റ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൻ്റെ സ്ട്രക്ചറൽ ടെസ്റ്റിങ്ങിൽ ഇനീഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ് യൂണിറ്റ് ഫങ്ഷൻ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ കോഡ് ഫങ്ഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് കോഡ് കോംപ്ലക്സിറ്റി ആയാലും അല്ലെങ്കിൽ കവറേജ് ടെസ്റ്റിങ്ങിനേക്കാളും കുറച്ചും കൂടി മോർ എക്സ്റ്റെൻസീവാണ്. പല മെത്തേഡിൽ ഇത് പോസിബിളാണ്. അപ്പോൾ പല ആ ടെക്നിക്കുകളൊന്നും നമ്മളിതിൽ പ്രത്യേകിച്ച് പറയണില്ല. പക്ഷെ പല ടെക്നിക്കുകളിൽ ഇത് നമുക്ക് അവൈലബിളാണ് യൂണിറ്റ് ഓർ കോഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് കോഡ് കവറേജ് ടെസ്റ്റിംഗ് ആണ്. കോഡ് കവറേജ് ടെസ്റ്റിങ്ങിൽ പലതരത്തിലുള്ള കോഡ് കവറേജ് ടെസ്റ്റിംഗ് നടത്താം. അതായത് സ്റ്റേറ്റ്മെൻറ്റ് കവറേജ്, code coverage testing is code coverage testing involves designing. involves ആണ് ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. involves designing and executing test cases and finding out the percentage of the code that is covered by testing. അതായത് കോഡ് കവറേജ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എത്രത്തോളം കോഡ് ടെസ്റ്റിൽ വിധേയമായി അല്ലെങ്കിൽ ടെസ്റ്റഡ് ആണ് എന്ന് കണ്ടെത്തുന്ന രീതിയാണ് കോഡ് കവറേജ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. എത്രത്തോളം ഏരിയ ടെസ്റ്റിംഗ് ചെയ്യപ്പെട്ടു എന്ന് ഇത് കണ്ടുപിടിക്കാൻ ടെക്നിക്കിനെ പറയുന്ന പേരാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓഫ് കോഡ് എന്ന്. ആ ഒരു ടെക്നിക്കിനെ പറയുന്ന ഒരു പേരാണ്. ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു കവറേജ് കാണുന്നത്. അതിന് പറയുന്നത് ഇൻസ്ട്രുമെൻറ്റേഷൻ കോഡ്. പല രീതിയിൽ ഉണ്ട് കോഡ് കവറേജ്. സ്റ്റേറ്റ്മെൻറ്റ് കവറേജ് ഉണ്ട്, പാത്ത് കവറേജ് ഉണ്ട്, കണ്ടീഷൻ കവറേജ് ഉണ്ട്, ഫങ്ഷൻ കവറേജ് ഉണ്ട്. ഈ 4 തരത്തിൽ ടെസ്റ്റിങ്ങിൻ്റെ കവറേജ് ചെക്ക് ചെയ്യാറുണ്ട്. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് കവറേജ് എന്ന് പറയുമ്പോൾ അതിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രോഗ്രാം കൺസ്ട്രക്ഷൻ ഇൻ മോസ്റ്റ് കൺവെൻഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്, അതായത് സീക്വൻഷ്യൽ കൺട്രോൾ ഫ്ലോ, ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, മൾട്ടിവേഡ് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ലൂപ്സ്, ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റിനെ തിരിക്കാറ്. അത് നോക്കിക്കൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് കവറേജ്. അതായത് സീക്വൻഷ്യൽ കൺട്രോൾ ഫ്ലോ ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, മൾട്ടിവേഡ് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ലൂപ്സ്, അത് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ടെസ്റ്റ് ചെയ്ത് പോകുന്നത് നോക്കൽ. അതൊരു ഈസി മെത്തേഡ്. നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ കഴിയും. നമ്മളൊരു
ഒരു പ്രോഗ്രാം ഒരു ടൂർ പോകുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യും, ഒരു പല പല ബാച്ചുകളായിട്ട് ഡിവൈഡ് ചെയ്യും. എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്ന് വെച്ചാൽ ആ ഒരു ബാച്ചാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ആ ഒരു ബാച്ചിന് ലീഡർ ഉണ്ടെങ്കിൽ എന്താണ് പെട്ടെന്ന് നമുക്ക് ആളുകളുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഇങ്ങനെ സീക്വൻഷ്യൽ കൺട്രോൾ ഫ്ലോ ആണോ, പിന്നെ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇഫ് ദെൻ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് പോലുള്ള ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ. മൾട്ടിവേ ഡിസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയ സ്വിച്ചസ്, ലൂപ്പായ വയൽ, ഡു, റിപ്പീറ്റ്, അണ്ടിൽ, ഫോർ എന്നുള്ള ലൂപ്സുകൾ, അങ്ങനെ എത്ര കണക്കുകൾ നോക്കുകയാണ് സ്റ്റേറ്റ്മെൻറ്റ് കവറേജ്. സ്റ്റേറ്റ്മെൻറ്റ് കവറേജിനാണുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്, എത്രത്തോളം സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിൽ എത്രത്തോളം സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ടബിൾ ആണ്, ടോട്ടൽ എത്രയുണ്ട് അതിലെത്ര ചെയ്തിട്ടുണ്ട് ഇൻറ്റു 100. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് കവറേജ് കാണാനുള്ള ഇക്വേഷൻ, പെർസെൻറ്റേജ് കാണാനുള്ള. പിന്നെ അടുത്ത് പാത്ത് കവറേജ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്ലോ ചാർട്ടിൻ്റെ ഫ്ലോയിൽ ഓരോന്നിനാണ് പാത്ത് എന്ന് പറഞ്ഞാൽ അടുത്തത് എന്നുള്ള ആ ഡയറക്ഷനാണ് പാത്ത്. ആ തരത്തിലുള്ള ടെസ്റ്റിങ്ങിനെ പറയുന്നതാണ് പാത്ത് കവറേജ്. ഫസ്റ്റത്തത് പിന്നെ അടുത്തുള്ള ആ ഒരു ഓർഡറിൽ ഉള്ള ടെസ്റ്റിങ്ങാണ് പാത്ത് കവറേജ്. അത് കാണാനും സെയിം എക്സസൈസ് ടോട്ടൽ പാത്ത് എക്സസൈസ്, എത്രത്തോളം വർക്ക് ചെയ്യപ്പെട്ടവർ ഉപയോഗിച്ചു, ആകെ എത്ര പാത്ത് ഉണ്ട്, അതിൽ എത്ര പാത്ത് ടെസ്റ്റ് ചെയ്യപ്പെട്ടു, അതാണ് എക്സസൈസിന് ഉദ്ദേശിക്കുന്നത്, ഇൻറ്റു 100. അതാണ് പാത്ത് കവറേജ്. പിന്നെ അടുത്ത് പറഞ്ഞാൽ കണ്ടീഷൻ കവറേജാണ്. അതുപോലെ തന്നെയാണ് കണ്ടീഷൻ കവറേജ് എന്ന് പറയുന്നത്. അത് ടെസ്റ്റ് കേസസ്, ടെസ്റ്റ് കണ്ടീഷൻസ് എത്രത്തോളം ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ദ കണ്ടീഷൻ കവറേജ് ആസ് ഡിഫൈൻഡ് ബൈ ദ ഫോർമുല അലോങ്സൈഡ് in the emerging gives an indication of the percentage of condition covered by a set of test cases. Condition coverage is stronger criteria than path coverage, which is still is much stronger than statement coverage. ഇപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് കവറേജിനേക്കാളും സ്ട്രോങ് ആണ് പാത്ത് കവറേജ്. പാത്ത് കവറേജിനേക്കാളും സ്ട്രോങ് ആണ് കണ്ടീഷൻ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. ആ കണ്ടീഷൻ വെച്ചുകൊണ്ട് ആ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യപ്പെട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതും തന്നെയാണ് കണ്ടീഷൻ കവറേജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്രത്തോളം കണ്ടീഷൻ ഉണ്ട്, അതിൽ എത്ര കണ്ടീഷൻ എക്സസൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇൻറ്റു 100. ടോട്ടൽ ഡിസിഷൻ എക്സസൈസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിസിഷൻ ഇൻ പ്രോഗ്രാം ഇൻറ്റു 100. അതേപോലെ തന്നെയാണ് ഫംഗ്ഷൻ കവറേജ് പറഞ്ഞാൽ ഫംഗ്ഷനാണ് അവിടുത്തെ ക്രൈറ്റീരിയ. എത്രത്തോളം പ്രോഗ്രാം ഫങ്ഷൻസ് അതിൽ ഉണ്ട് എന്നും അത് എത്രത്തോളം ടെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടോ എന്നും മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഇക്വേഷൻ സെയിം ആണ്. ഫംഗ്ഷൻ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഫംഗ്ഷൻ എക്സസൈസിലും ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് ഇൻ പ്രോഗ്രാം ഇൻറ്റു 100. മൂന്നാമത്തെ ഇതാണ് യൂണിറ്റ് കോഡ് ഫങ്ഷൻ ടെസ്റ്റിംഗ് കണ്ടു. പിന്നെ അടുത്തതാണ് രണ്ടാമത്തത് കവറേജ് ടെസ്റ്റിങ്, മൂന്നാമത്താണ് കോഡ് കോംപ്ലക്സിറ്റി ടെസ്റ്റ്. കോഡ് കോംപ്ലക്സിറ്റി ടെസ്റ്റിന് മറ്റൊരു പേരുണ്ട്, സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ഇസ് എ മെട്രിക് ദാറ്റ് ക്വാണ്ടിഫൈസ് കോംപ്ലക്സിറ്റി ഓഫ് ഒരു പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ആ ടെക്നിക്കാണ് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം ഇസ് റെപ്രസെൻറ്റ് ദ ഫോം ഓഫ് എ ഫ്ലോ ഓഫ് ഗ്രാഫ് consists of a nodes and edges converted into standard flow chart into flow graph into compute cyclomatic complexity. ഒരു ഫ്ലോ ചാർട്ടിലെ ഓരോ എഡ്ജിനെയും നോട്ട്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. കോഡ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. A program is represented in the form of a flow graph. A flow graph consists of nodes. നോട്ടും എഡ്ജസുകളും ഉള്ളതാണ് ഫ്ലോ ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് ഒരു നോഡ് ഉണ്ടായിരിക്കും, ഒരു എഡ്ജ് ഉണ്ടായിരിക്കും. നമുക്ക് ആ നോഡ് എഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എഡ്ജ്, ഇതാണ് രണ്ട് നോഡുകൾ, ഇതാണ് എഡ്ജ്. then 1 then 2 അപ്പോൾ ഇതുപോലെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി ചെയ്യൽ. ഈ ഒരു ഫോർമാറ്റിലോട്ട് മാറ്റിയിട്ട് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി കാണാനുള്ള ഇക്വേഷൻ പറയുന്നത് നമ്പർ ഓഫ് പ്രെഡിക്കേറ്റ് നോട്ട്സ് പ്ലസ് എത്രത്തോളം പ്രെഡിക്കേറ്റ് നോട്ട്സുകളുണ്ട്. നമ്മൾ
എത്രത്തോളം നോട്ട്സുകളാണ് ആ ഒരു ഈ എഡ്ജസും നോട്ട്സും പറയില്ലേ, അത് എത്രത്തോളം നോട്ട്സുകളാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കൂടി ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി കിട്ടും. അതല്ല പ്രെഡിക്കേറ്റ് നോട്ട്സ് അല്ലാതെ നമുക്ക് കാണാൻ പറ്റും. എഡ്ജസും നോട്ട്സും കിട്ടിക്കഴിഞ്ഞാൽ E-n+1 എഡ്ജസ് മൈനസ് നോട്ട്സ് +2 അതാണ് സൈക്ലോമാറ്റിക് കോംപ്ലക്സിറ്റി. അതിൽ E എന്ന് പറഞ്ഞ എഡ്ജും N എന്ന് പറഞ്ഞത് നോട്ടുമാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ് കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ് നോക്കാം. ഇനി അടുത്ത ഇതിൽ പറയുന്ന ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങും റിഗ്രഷൻ ടെസ്റ്റിങ്ങുമാണ്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ് പറയാം. ഓക്കെ, താങ്ക് യു.